ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 നടന്ന 10th പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. അപ്പോൾ നമുക്കറിയാം 2024 ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. എവിടെയായിരുന്നു? പാരീസിലായിരുന്നു. ഫ്രാൻസിലെ പാരീസിലായിരുന്നു 2024 ഒളിമ്പിക്സ് നടന്നത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യയിൽ മനു ഭാക്കറിനാണ് ആദ്യത്തെ മെഡൽ ലഭിച്ചത്. എന്തിനായിരുന്നു? ഷൂട്ടിങ്ങിനായിരുന്നു അല്ലേ? ഷൂട്ടിങ്ങിനായിരുന്നു മെഡൽ ലഭിച്ചത്. അത് വെങ്കല മെഡലായിരുന്നു ലഭിച്ചത്. വെങ്കലമാണ് മനു ഭാക്കറിന് ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ മനു ഭാക്കറിനായിരുന്നു. ഷൂട്ടിങ്ങിൽ വെങ്കല മെഡലായിരുന്നു ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരെ? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്ി ആരെ? പി വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2024 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. 2024 NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2024. 2023 ആർക്കാണ്? 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 NS മാധവനും 2023 SK വസന്തനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ് 2021 നിലവിൽ വന്നതും ഈ 2024 ആ നിയമസഭ തന്നെയാണ് നിലനിൽക്കുന്നത്. 2024 15ാമത്തെ നിയമസഭയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരെ? കസ്തൂരിരംഗൻ. A+3+3+4 എന്ന ഫോർമാറ്റിലായിരുന്നു വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഏത് പദ്ധതിയാണ്? താലോലമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. ഇനി ഈ സമാശ്വാസം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? സമാശ്വാസം വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരെ, അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നീ അസുഖങ്ങൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. ഇനി അടുത്ത പദ്ധതി ഏതാണ്? ആശ്വാസകിരണം എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? കിടപ്പ് രോഗികൾ, ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് 600 രൂപ വീതം മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികളാണ്. ആശ്വാസകിരണം എന്ന് പറയുമ്പോൾ കിടപ്പ് രോഗികളെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കാണ് ഈ എമൗണ്ട് കിട്ടുന്നത്, 600 രൂപ. ഇനി അടുത്തത് ഏതാ? സ്നേഹസാന്ത്വനം എന്താ? എൻഡോസൾഫാൻ അല്ലേ? കേരളത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ദുരിതാശ്വാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതാശ്വാസ പദ്ധതിയാണത്. ഈ എൻഡോസൾഫാൻ മൂലം ദുരിതബാധിതരായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം.
എന്താ 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആര്? ഇതിൽ ആൻസർ ഇല്ല. 2020 P ജയചന്ദ്രന് ലഭിച്ചിരിക്കുന്നത്. 2021 KP കുമാരനാണ്. KP കുമാരൻ. അതുപോലെ തന്നെ 2022 TV ചന്ദ്രൻ. TV ചന്ദ്രനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. TV ചന്ദ്രൻ JC ഡാനിയൽ പുരസ്കാരം. ഇനി നമുക്ക് നോക്കാം 2023 ആർക്കാണ്? ഷാജി N കരുൺ. ഷാജി N കരുണാണ്. ഷാജി N കരുണാണ് JC ഡാനിയൽ പുരസ്കാരം. ഏറ്റവും അവസാനമായിട്ട് 2023 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജി N കരുണിനാണ് JC ഡാനിയൽ പുരസ്കാരം. 2022 ഓർമ്മ വയ്ക്കണം. 2022 TV ചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ്. ഗോത്ര പഞ്ചായത്ത് ഏത്? ബി. നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. സി. ലൂണി. ലൂണിയാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷി. പരുത്തി കൃഷിക്കാണ് കറുത്ത മണ്ണ് യൂസ് ചെയ്യുന്നത്. കറുത്ത മണ്ണ്. റബ്ബറിന് ഏതാ? റബ്ബറിന് ലാറ്ററൈറ്റ് മണ്ണ് അല്ലേ? ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബറിന് യൂസ് ചെയ്യുന്നത്. നെൽകൃഷിക്ക് ഏതാ? എക്കൽ മണ്ണ് അല്ലേ? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് യോജിച്ചത്. എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? മണികരൺ. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഏത് ചുരമാണ്? സോജില അല്ലേ? ശ്രീനഗർ കാർഗിലാണ് സോജില. ഇനി ഷിപ്കില ഏതാണ്? ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശും തിബറ്റുമാണ് ഷിപ്കില ചുരം. മറ്റേതേതാ? ശ്രീനഗർ കാർഗിൽ അല്ലേ? ശ്രീനഗറും കാർഗിലും അല്ലേ? കാർഗിലും. ഇനി അടുത്തത് നാഥുല ചുരം ഏതാ? നാഥുല ചുരം സിക്കിം തിബറ്റ് അല്ലേ? സിക്കിം തിബറ്റാണ് നാഥുല ചുരം. സിക്കിം തിബറ്റ്. ലിബുല ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ് തിബറ്റ്. ഉത്തരാഖണ്ഡും തിബറ്റുമാണ്. ഉത്തരാഖണ്ഡ് തിബറ്റാണ് ലിബുലേക്കു ചുരം. ഇനി അടുത്തത് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഖാരിഫ്. ഖാരിഫാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? നാഷണൽ വാട്ടർവേ 2 ആണ്. നാഷണൽ വാട്ടർവേ 2 സാദിയ ധൂബ്രി. സാദിയ ധൂബ്രി നാഷണൽ വാട്ടർവേ 2. അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക.
ബി ആണ് ആൻസർ. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 1, 2, 3. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ്. 1, 2, 3 ശരി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? 42ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആലാണ്. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ആൽമരം. ഇതിൽ അരയാൽന്ന് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആൻസർ, ഈ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 2024 ജൂൺ 1 വരെ അരുൺകുമാർ മിശ്രയായിരുന്നു. അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. ഈ ജൂൺ 1 ശേഷം അത് വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനിയാണ്. ജൂൺ 1 ശേഷം അതുവരെ അരുൺകുമാർ മിശ്രയായിരുന്നു. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്? മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരമെന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്? ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? രാമൻ നമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941.
കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്കു വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? റാഷ് ബിഹാരി ബോസ്. തേബാഗ സമരം നടന്നതെവിടെയാണ്? ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? സംബാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വൈറ്റമിൻ K. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം? എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? മൃതസഞ്ജീവിനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ്? സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? നൈട്രജൻ.
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ്സ് ഏത്? LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം.